വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഞാൻ ക്രോക്സിൻ്റെ കുറച്ച് കോംഫി സാൻഡൽസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. സോ അതൊക്കെയാണ്. സോ ഫസ്റ്റ് വൺ ഈ ഒരു സാൻഡൽസ് ആണ്. ഈ ഒരു സാൻഡൽസിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൻ്റെ റേറ്റ് കുറച്ച് അത്യാവശ്യം കൂടുതലാണ്. 6,995 റുപ്പീസാണ് വരുന്നത്. പക്ഷെ വളരെ കോംഫി ആൻഡ് സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു സാൻഡൽസ് ആണ്. ഇതിൻ്റെ ഹീൽസ് എന്ന് വെച്ച് കഴിയുമ്പം പ്ലാറ്റ്ഫോം ഹീൽസ് ആണ് വരുന്നത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പോലെ തന്നെ ഹീൽസ് ഉണ്ട്. ആൻഡ് ഓൾസോ നല്ല ടെക്സ്ചേർഡാണ്. അതായത് ഒരു ബ്രൗൺ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനാണ് ഓവറോൾ ആയിട്ട് ഈ ഒരു സാൻഡൽസിന് വരുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ ഫുഡ് ബെഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കുഷ്യൻഡ് ആയിട്ടുള്ള ഫുഡ് ബെഡാണ്. പിന്നെ നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇതിൻ്റെ രണ്ട് സൈഡിലും ഇങ്ങനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമ്മുടെ ലെഗിൻ്റെ സൈസിനനുസരിച്ച് നമുക്ക് ഓപ്ഷൻസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതുകൂടാതെ നമ്മളിതിൻ്റെ ഔട്ട് സോൾ നോക്കുകയാണെങ്കിലും നല്ല ടെക്സ്ചേർഡ് ആയിട്ട് പാറ്റേൺഡ് ആയിട്ടുള്ള ഔട്ട് സോളാണ്. നല്ലപോലെ ഗ്രിപ്പുള്ള ഒരു ഇതാണ്. നമുക്ക് ഏത് കണ്ടീഷനിൽ വേണമെങ്കിലും ഏത് വെതർ കണ്ടീഷനിൽ വേണമെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാം. ത്രൂ ഔട്ട് നോക്കുമ്പോഴും സെയിം ഒരു കയറ് പിരിഞ്ഞൊരു ഡിസൈനാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ലൈറ്റ് റൈഡ് ബൈ ക്രോക്സ് എന്നാണ് ഈ ഒരു എഡിഷൻ്റെ പേര് വരുന്നത്. നമ്മൾ നോക്കുവാണെങ്കിൽ ഫുഡ് ബെഡ് ആണെങ്കിലും അത്യാവശ്യം ഗ്രിപ്പുള്ള ടൈപ്പ് ഒരു ഫുഡ് ബെഡാണ്. പിന്നെ എനിക്കിത് കുറച്ച് ലെങ്ത്ത് കൂടുതലായിരുന്നു. അപ്പോൾ നമ്മൾ കറക്റ്റ് സൈസിന് തന്നെ നോക്കിയിട്ട് വാങ്ങുക. അപ്പോൾ ഈ ഒരു സാൻഡൽസിൻ്റെ വാറണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 months വാറണ്ടിയാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ക്രോസ് ലൈറ്റ് ആണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത്. അതേപോലെ തന്നെ റെഗുലർ സസ്റ്റൈനബിലിറ്റി ആണ് ഈ ഒരു സാൻഡൽസിന് വരുന്നത്. ഒരു ഓപ്പൺ ടോ ഫ്ലാറ്റ് ടൈപ്പ് ആയിട്ടുള്ള സാൻഡൽസ് ആണ്. അപ്പോൾ ഞാനിപ്പോൾ കാണിക്കുന്ന എല്ലാ സാൻഡൽസും ഈ ഒരു ഓപ്പൺ ടോ സ്റ്റൈലാണ് വരുന്നത്. ഇനി ഈ സാൻഡൽസിൻ്റെ മെയിൻ്റെനൻസിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും കഴുകാൻ പാടില്ല. വെറ്റായിട്ടുള്ള ഒരു നൈസ് നീറ്റ് ക്ലോത്ത് യൂസ് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് വൈപ്പ് ചെയ്ത് മാത്രമേ ഈ ഒരു സാൻഡൽസ് ക്ലീൻ ആക്കാൻ പാടുള്ളൂ. അപ്പോൾ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സാൻഡൽസ് ആണ്. നമ്മൾ നമ്മുടെ ലെഗിൻ്റെ ഒറിജിനൽ സൈസിൽ തന്നെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഏത് ഫംഗ്ഷന് വേണ്ടിയിട്ടും നമുക്കിത് വെയർ ചെയ്യാവുന്നതാണ്. ഈവൻ പാർട്ടിക്ക് വേണമെങ്കിലും അല്ലെങ്കിൽ ഓഫീസിൽ പോകുമ്പോൾ ഒക്കെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റിയിട്ടില്ല. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സാൻഡൽസ് ആണ്. അങ്ങനെ ഒരു ഇറിറ്റേഷൻസോ അല്ലെങ്കിൽ ഒരു ഒരയിലോ അങ്ങനെയുള്ള ഒരു പ്രശ്നവുമില്ല. നല്ല കുഷ്യൻഡ് ആയിട്ടുള്ള ഫുഡ് ബെഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല ഹീൽസും കിട്ടും. ലെഗ്സിനാണെങ്കിലും അത്യാവശ്യം കാണാൻ നല്ല ഭംഗിയും ഉണ്ട്. എന്നാൽ ഒരു മോഡേണും അതേപോലെ തന്നെ സിമ്പിളായിട്ടുള്ള ഒരു ലുക്കുമാണ് ഈ ഒരു സാൻഡൽസ് വെയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. എനിക്കിത് കുറച്ച് അത്യാവശ്യം നീളം കൂടുതലായിരുന്നു. സോ നെക്സ്റ്റ് വൺ ഓൾസോ ഒരു കംഫർട്ട് സാൻഡൽസ് ആണ്. ഇതും ഒരു ഓപ്പൺ ടോ സ്ട്രാപ്പി സ്റ്റൈൽ സാൻഡൽസ് ആണ്. അതേപോലെ തന്നെ ഇതിൻ്റെ വാറണ്ടിയും 3 months വാറണ്ടിയാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ പ്ലാറ്റ്ഫോം ഹീൽസ് ആണ്. ഓവറോൾ ആയിട്ട് നോക്കുകയാണെങ്കിൽ വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു കളറാണ്. പാർട്ടി വെയർ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്ക് കാഷ്വൽ ഔട്ടിങ്ങിനോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഫുഡ് കഴിക്കാനൊക്കെ പോകുമ്പോഴോ അല്ലെങ്കിൽ ഈവൻ ഓഫീസസിലേക്കോ അല്ലെങ്കിൽ കോളേജസിലേക്കൊക്കെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റില്ല. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സാൻഡൽസ് ആണ്. കാരണം ഇതിൻ്റെ ഫുഡ് ബെഡാണ് ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കുഷ്യൻഡ് ആയിട്ടുള്ള ഫുഡ് ബെഡാണ് വരുന്നത്. പേസ്റ്റൽ പിങ്ക് കൂടാതെ വെറൈറ്റി ഓഫ് കളേഴ്സിൽ സെയിം സാൻഡൽസ് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് ശരിക്കും പറഞ്ഞാൽ 2,995 റുപ്പീസ് മാത്രമേ ഉള്ളൂ. മുന്നത്തെ സാൻഡൽസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ സെയിം കംഫർട്ടബിൾ ലെവൽ തന്നെയാണ്. ഇനി അതിൻ്റെ തന്നെ വേറൊരു കളർ ചേഞ്ച് ആണ്. ഇത് കുറച്ചും കൂടി ഒരു പിങ്ക് കളറാണ്. നേരത്തെ ഒരു പേസ്റ്റൽ കളറായിരുന്നെങ്കിൽ ഇതൊരു പിങ്ക് കളറാണ്. അപ്പോൾ സെയിം ഫീച്ചേഴ്സ് തന്നെയാണ് വരുന്നത്. അതായത് സെയിം പ്ലാറ്റ്ഫോം ഹീൽസ് തന്നെയാണ് വരുന്നത്. സെയിം ഔട്ട് സോൾ തന്നെയാണ്. നല്ല ടെക്സ്ചേർഡ് ആയിട്ടുള്ള ഔട്ട് സോളാണ്. അതേപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ കുഷ്യൻഡ് ആയിട്ടുള്ള ഫുഡ് ബെഡാണ്. വാറണ്ടി ആണെങ്കിലും 3 months ആണ് ഇതിന് അവൈലബിൾ ആയിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മൾ നമ്മുടെ സെയിം ഷൂ സൈസ് തന്നെ നോക്കിയിട്ട് വേണം സാൻഡൽസ് എപ്പോഴും സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ക്രോസ് ലൈറ്റ് ആണ് ഇതിൻ്റെ ഔട്ട് സോളും അതേപോലെ തന്നെ അപ്പർ പോർഷനും എല്ലാം. ഓവറോൾ ആയിട്ട് എല്ലാം ഈ ഒരു ക്രോസ് ലൈറ്റ് എന്ന് പറയുന്ന മെറ്റീരിയൽ കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ആൻഡ് ഓൾസോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ വാറണ്ടിയൊക്കെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ക്ലീൻ ആക്കുന്നതും ഇതേപോലെ കഴുകാൻ പാടില്ല. മുന്നത്തെ സാൻഡൽസിനൊക്കെ പോലെ തന്നെ ഡാമ്പായിട്ടുള്ളൊരു ക്ലോത്ത് കൊണ്ട് നമ്മൾ ജസ്റ്റ് വൈപ്പ് ചെയ്തിട്ടേ ക്ലീൻ ചെയ്യാൻ പാടുള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്യണം. അതുപോലെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിലേക്ക് വന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമാകുന്ന സമയത്ത് നമ്മൾ ലൈക്ക് ബട്ടൺ അമർത്താനും മറക്കരുത്. ഇനിയും കൂടുതൽ വീഡിയോസൊക്കെ കാണുക. താങ്ക് യു.